ഓരോ ദിവസം കൂടി വരുമ്പോൾ കേരളത്തിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടി വരികയാണ്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനുസാറാണ്. സ്വാഗതം സർ. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ലഹരിമരുന്ന് വേട്ട എന്നുള്ളത്. അപ്പം എന്താണ് സാർ ഈ സിന്തറ്റിക് ഡ്രഗ് ആൻഡ് നാച്ചുറൽ ഡ്രഗ് എന്ന് പറയുന്നത്? അതായത് പൊതുവായി ഇപ്പോൾ കേരളത്തിൽ ലഹരിയുടെ ഒരു കടന്നുകയറ്റം വളരെ അധികമാണ്. അത് പ്രധാനമായി രണ്ട് തരത്തിലുള്ള ഡ്രഗ്സാണുള്ളത്. സിന്തറ്റിക് ഡ്രഗ്സും നാച്ചുറലായിട്ട് കിട്ടുന്ന ഡ്രഗ്സും. അപ്പോൾ ഈ നാച്ചുറൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവേ അറിയാവുന്ന ഒരു കഞ്ചാവ് കേട്ടിട്ടുണ്ടായിരിക്കും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നമ്മുടെ അപ്പോൾ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം നാച്ചുറലായിട്ട് കിട്ടുന്നതാണ്. അത് ചെടി നട്ട് വളർത്തി അതിൻ്റെ ഇല, പൂവ്, കായ്, തണ്ട് എല്ലാം കൂടെ ചേർത്ത് ഉണക്കി ഉപയോഗിക്കുന്ന ഒരു കഞ്ചാവ്. പിന്നെ പൊതുവെ ഇപ്പോഴുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത് MDMA എന്നറിയപ്പെടുന്ന ഒരു ഡ്രഗ്സാണ്. അത് പല രാസപദാർത്ഥങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ലേബിൾ തയ്യാറാക്കിയെടുക്കുന്ന ഒരു ഡ്രഗ്സാണ് ഈ MDMA എന്ന് പറയുന്നത് സിന്തറ്റിക് ഡ്രഗ്സ്. അതായത് നാച്ചുറൽ ഡ്രഗ്സും സിന്തറ്റിക് ഡ്രഗ്സും തമ്മിലുള്ള വ്യത്യാസം ഇത് തന്നെയാണ്. നാച്ചുറലായിട്ട് കിട്ടുന്നതും സിന്തറ്റിക് ഉണ്ടാക്കിയെടുക്കുന്നതും. പല മാതാപിതാക്കളും തൻ്റെ മക്കളെ ലഹരിക്ക് അടിമപ്പെട്ടാണെന്ന് അറിഞ്ഞിട്ടും കുടുംബത്തിൻ്റെ പേര് പോകാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കുന്നുണ്ട് പലരിൽ നിന്നും. അപ്പം ആ പ്രവൃത്തിയോട് സാറിന് എങ്ങനെയാണ് പറയാനുള്ളത്? അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. കാര്യം നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വത്താണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ നമ്മുടെ കുട്ടികൾക്കുണ്ടായാൽ അവരെ ആദ്യം അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടു കൂടി, അത് ഉപദ്രവിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തിട്ടോ അല്ല അവരെ നമ്മൾ ഉപദേശിക്കേണ്ടത്. അവരുടെ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് സ്നേഹത്തിലൂടെ മാത്രമേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. കുടുംബത്തിൽ ഇങ്ങനെ ഒരു അറിവുണ്ടായിട്ട് അവരത് ഷെയർ ചെയ്യാതിരിക്കുന്നത് അവരൊരു മണ്ടത്തരമാണ്. അത് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരെടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ കൗൺസിലിംഗ്, അങ്ങനെ ചികിത്സയുടെ ആവശ്യമാണെങ്കിൽ അതൊക്കെ അറിയിച്ച് അതിൽ നിന്ന് മാറ്റി അവരെ സമൂഹത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. അത് അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അതൊരു തെറ്റായ പ്രവണതയാണ്. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയെ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടാക്കിയാലും അതിൽ നിന്നും തിരിച്ച സെൻറ്ററിൽ നിന്ന് വന്നു കഴിയുമ്പം ആ വ്യക്തിക്ക് ലഹരി ഉപയോഗിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ വീണ്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? അത് ഒരു 100-ൽ ഒരു 50% ആൾക്കാരും ഈ നമ്മൾ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ മിനിമം 14 ദിവസമാണ് ആ ചികിത്സാ പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ ലഹരി കിട്ടാതെ വരുന്ന ഒരു വിഡ്രാവൽ സിൻഡ്രോം ഉണ്ട്. അത് ഭയങ്കര ഭയാനകമാണ്. കാരണം അവിടെ ഈ വിഭ്രാന്തിയും അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ചില വ്യക്തികൾ അതൊരു 30%-ഓളം അവർ അത് ഉപയോഗിക്കാതെ വരുന്നുണ്ട്. എന്നാൽ ബാക്കിയുള്ളവർ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് സമൂഹത്തിൽ കണ്ടുവരുന്നത്. ആൺപെൺ വ്യത്യാസമില്ലാതെയാണ് ഈ കാലഘട്ടത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ. അപ്പം എന്തുകൊണ്ടാവാം ആ ഒരു ഉപയോഗം എത്രത്തോളം വർദ്ധിച്ചു വരുന്നത്? അതിനെക്കുറിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അതിനകത്ത് കാര്യം, ഈ ലഹരി ഉപയോഗം കൂടി വരുന്നു എന്നുള്ളത് ശരിയാണ്. അത് ഇന്നത്തെ യുവജനങ്ങളും യുവതികളും അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ലഹരി മരുന്നുകൾ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുവരുന്നതിന് ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകളെയാണ്. സ്ത്രീകളുടെ രഹസ്യഭാഗങ്ങളിൽ, അതായത് MDMA എന്ന് പറയുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്. ഈ രഹസ്യഭാഗങ്ങളിൽ ഒളിപ്പിച്ച് വച്ചാണ് ഇന്ന് വാഹനങ്ങൾ ട്രെയിൻ മുഖേനയും മറ്റു വാഹനങ്ങളിലുമൊക്കെ കടന്നു പോകുന്നത്. സ്ത്രീകളുടെ മേലുള്ള പരിശോധന ഇന്ന് നമുക്ക് വളരെ കുറവാണ്. പല സ്ഥലങ്ങളിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണുന്നതാണ്. സ്ത്രീകളുണ്ടെങ്കിൽ ആ വണ്ടി കൂടുതൽ പരിശോധിക്കാറില്ല, അത് പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ സ്ത്രീകളിലൂടെ ഇത് കടത്തിക്കൊണ്ടുവരുന്നതിന് നല്ലൊരു മാർഗമായിട്ട് കണ്ടുകൊണ്ട് ഇവരെ ഇതിലേക്ക് ആകർഷിച്ച് നല്ല രീതിയിലുള്ള സാമ്പത്തികം കൊടുത്തും പിന്നെ മറ്റ് സ്നേഹങ്ങൾ കൊടുത്തും മറ്റ് ഗിഫ്റ്റുകൾ കൊടുത്തും ഇവരെ ആകർഷിച്ച് ഇവരെ കെണിയിലേക്ക് കൊണ്ടുവരുന്നത്, അവരെ അറിയാതെ തന്നെ ഇതിനകത്ത് വരുന്നതാണ്. അതാണ് ഈ ആൺപെൺ വ്യത്യാസമില്ലാതെ ഇപ്പോൾ ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടികളും അത് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം വിപണിയിൽ വളരെ ചെറിയ ലഹരി മരുന്നുകൾ ലഭ്യമാണ്. അപ്പം അതൊക്കെ നമുക്ക് എങ്ങനെ തടയാനാകും? ലഹരി തടയുക എന്നുള്ളത് എക്സൈസ് വകുപ്പ് സ്വീകരിക്കുന്നത് പ്രധാനമായിട്ടും 3
കാര്യങ്ങളാണ്. ഒന്ന്, ശക്തമായ നിയമ നടപടികളിലൂടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമുള്ള ശിക്ഷ മേടിച്ചു കൊടുത്ത് അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. അപ്പോൾ അത് വളരെ പ്രായോഗികമൊന്നുമല്ല. വീണ്ടും ഈ ശിക്ഷ വാങ്ങിക്കുന്ന ആൾ തന്നെ വീണ്ടും ഇതിലേക്ക് വിപണനത്തിലേക്ക് വരും. എന്നാൽ രണ്ടാമതായി ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ലഹരി വർജിച്ച് ലഹരി ഉപയോഗിക്കാതെ ലഹരിയെ സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തുക. അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ യുവജനങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഒരിക്കൽ പോലും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മളൊരു തീരുമാനമെടുത്താൽ, ആ ഒരു വ്യക്തി തീരുമാനമെടുത്താൽ ആ ഒരു വ്യക്തിയും അതിലൂടെ ആ കുടുംബവും ആ കുടുംബത്തിലൂടെ സമൂഹവും, അപ്പോൾ അങ്ങനെ ഒരു സമൂഹം ലഹരി ഉപയോഗിക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ലഹരി ഉണ്ടാക്കാനോ വിൽപ്പന ചെയ്യുന്നതിനോ ആരും ഉണ്ടാകുകയില്ല. ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ലഹരിക്ക് അടിമപ്പെട്ടവരെ സൗജന്യമായി ചികിത്സിക്കുക. അതും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സൗജന്യമായിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ നടത്തി വരുന്നു. ഇത് സ്വന്തമായിട്ട് ആരും ചികിത്സിക്കാനായി തയ്യാറാകില്ല. ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ സ്വന്തമായിട്ട് ഒരിക്കലും ചികിത്സയ്ക്ക് തയ്യാറാകില്ല. അത് ഞങ്ങളുടെ ബന്ധുക്കളോ കുടുംബക്കാരോ അങ്ങ് സമൂഹത്തിലെ വേണ്ടപ്പെട്ട ആൾക്കാരോ അതിന് പ്രോത്സാഹനം നൽകി അവരെ ഈ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൗജന്യമായിട്ട് അവർക്ക് ചികിത്സ. അങ്ങനെ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഈ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങളും പൊതുജനങ്ങളുടെ ഒരു സഹകരണത്തോടു കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരെണ്ണമാണ് ഈ MDMA എന്നുള്ളത്. അപ്പം ഈ ഇവ ഉപയോഗം കൂടാനുള്ള കാരണം എന്തൊക്കെയായിരിക്കും സർ? MDMA എന്ന് പറയുന്നത് കുറച്ച് യൂസ് ചെയ്യുന്നതിന് കുറച്ച് എളുപ്പമെന്നാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ചെറിയ ഒരു ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു സിന്തറ്റിക് ഡ്രഗ്സാണ്. അത് ചിലർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കാമെന്ന് പറയുന്നു. അല്ലാതെ അത് മൂക്കിലോട്ട് വലിച്ച് ഈ മൂക്കുപൊടിയൊക്കെ നമ്മൾ വലിക്കത്തില്ല, അതുപോലെ വലിച്ച് ഉപയോഗിക്കാമെന്ന് പറയുന്നു. അങ്ങനെ കുറച്ച് അത് കൊണ്ട് നടക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും കുറച്ച് എളുപ്പം ഉള്ളതുകൊണ്ട് പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതാണ് ഇതിന് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ കൂടുതൽ ഇറങ്ങുന്നുണ്ട്. സാറിന് ഇപ്പം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അതിൽ ഈ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ലഹരി മരുന്ന് വേട്ട. 12 കിലോ കഞ്ചാവൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. 12 കിലോ ഒക്കെ കഞ്ചാവ് പിടിക്കുന്നത് വളരെ ശരിക്കും കഷ്ടപ്പെട്ടാണ് പിടിക്കുന്നത്. രാത്രി നില്ലാതെ കാത്തു കെട്ടിക്കിടന്ന് വണ്ടിയിൽ വരുന്ന സമയത്ത് അവർ അങ്ങനെയൊക്കെയാണ് പിടിക്കും. അങ്ങനെ ലഹരി മരുന്ന് ധാരാളം പിടിച്ചിട്ടുണ്ട്. ഈ കഞ്ചാവ് പിടിച്ചിട്ടുണ്ട്, പിന്നെ ബ്രൗൺ ഷുഗർ, MDMA, മനോരോഗത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഗുളികകൾ ചിലർ ഈ ഡ്രഗ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആ ഗുളികകൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഡ്രഗ്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് യുവജനങ്ങൾക്കിടയിൽ നിന്നും ലഹരി മരുന്നുകൾ കണ്ടെത്തി എന്നാണ്. അപ്പം സാറിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് പറയാനുള്ളത്? എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ യുവജനങ്ങൾ എന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു മനുഷ്യജീവൻ തന്നെയാണ്. 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മ, ഉണ്ടില്ലെങ്കിലും ഉടുത്തില്ലെങ്കിലും മക്കൾക്ക് വേണ്ടി കരുതുന്ന അമ്മ, ഒരു ദിവസം സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും വരുന്നതിന് 5 മിനിറ്റ് വൈകിയാൽ അകക്കണ്ണുമായി കാത്തു നിൽക്കുന്ന അമ്മ, സ്വന്തം മക്കളെ നല്ല വിദ്യാഭ്യാസം നടത്തി അവരുടെ ഉപജീവനം ഭദ്രമാക്കണമെന്ന് ആഗ്രഹിക്കുന്നതിന് വേണ്ടി മഴയത്തും വെയിലത്തും രാത്രിയൊന്നുമില്ലാതെ പകലില്ലാതെ ഓടുന്ന അച്ഛൻ, ഇവരോട് ഈ 2 പേരോടും മറച്ചു വയ്ക്കാനായി ഒന്നുമില്ല എന്നൊരു തീരുമാനം എടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയം.